നിശബ്ദമായ ആ രാത്രിയിൽ ലണ്ടൻ നഗരം ഒരു ഭീകരമായ രഹസ്യത്തിലേക്കുണർന്നു. അടച്ചിട്ട ആ മുറിക്കുള്ളിൽ കൊല്ലപ്പെട്ട മനുഷ്യന്റെ ശരീരത്തിൽ ഒരു പോറൽ പോലുമില്ലായിരുന്നു. പക്ഷേ അയാളുടെ മുഖത്തെ ഭയം തളം കെട്ടിയ ചിരി കണ്ടാൽ ആരും വിറച്ചുപോകും. ശവശരീരത്തിനു ചുറ്റും രക്തം തളം കെട്ടി നിൽക്കുമ്പോഴും ആ രക്തം അയാളുടേതല്ലെന്ന് ഷെർലക് ഹോംസ് തിരിച്ചറിഞ്ഞു. ഇരുട്ടിൽ വിറയ്ക്കുന്ന വിരലുകൾ കൊണ്ടാരോ ഭിത്തിയിൽ എഴുതിയ ആ വാക്ക് റേജ്, അത് വെറുമൊരു കൊലപാതകമായിരുന്നില്ല, മറിച്ച് ശവക്കുഴിയിൽ നിന്ന് തിരിച്ചു വന്ന ഒരു പകയുടെ തുടക്കമായിരുന്നു. എല്ലാവർക്കും ഇക്ലിപ്സ് സ്റ്റോറീസിന്റെ പുതിയൊരു കഥയിലേക്ക് സ്വാഗതം. 1881 തുടക്കത്തിൽ ലണ്ടൻ നഗരം കഠിനമായ ശൈത്യത്തിലായിരുന്നു. അഫ്ഗാൻ യുദ്ധത്തിന്റെ കൈപ്പേറിയ ഓർമ്മകളുമായി മൈവണ്ട് യുദ്ധത്തിൽ തോളിലേറ്റ വെടിയുണ്ടയുടെ വേദന പേറി ഡോക്ടർ ജോൺ വാട്സൺ ഇംഗ്ലണ്ടിൽ തിരിച്ചെത്തി. സൈനിക സേവനത്തിന് ശേഷം ലഭിക്കുന്ന തുച്ഛമായ പെൻഷൻ തുകയുമായി ലണ്ടൻ പോലെയുള്ള ഒരു ചിലവേറിയ നഗരത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് അദ്ദേഹത്തിന് അസാധ്യമായിരുന്നു. താമസിച്ചിരുന്ന ഹോട്ടലിലെ വാടക താങ്ങാനാവാതെ വന്നപ്പോൾ ചിലവ് പങ്കിടാൻ ഒരാളെ കണ്ടെത്തുകയായിരുന്നു ഏക പോംവഴി. ഈ അന്വേഷണത്തിനിടയിലാണ് തന്റെ പഴയ സഹായിയായിരുന്ന സ്റ്റാംഫോർഡിനെ അദ്ദേഹം ക്രൈറ്റീരിയൻ ബാറിൽ വെച്ച് കണ്ടുമുട്ടുന്നത്. തന്റെ അവസ്ഥ വിശദീകരിച്ചപ്പോൾ സ്റ്റാംഫോർഡ് ചിരിച്ചുകൊണ്ട് ഒരു വിചിത്ര മനുഷ്യനെക്കുറിച്ച് പറഞ്ഞു. സെയിന്റ് ബാർത്തലോമിയസ് ഹോസ്പിറ്റലിലെ ലബോറട്ടറിയിൽ അസാധാരണമായ പരീക്ഷണങ്ങളിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തി. അയാളും ഒരു പങ്കാളിയെ തിരയുകയായിരുന്നു. സ്റ്റാംഫോർഡ് നൽകിയ മുന്നറിയിപ്പ് വാട്സന്റെ ഉള്ളിൽ വലിയ ജിജ്ഞാസയുണ്ടാക്കി. ആ വിചിത്ര മനുഷ്യൻ ലബോറട്ടറിയിൽ വെച്ച് സ്വന്തം കൈകളിൽ പോലും മുറിവുകളുണ്ടാക്കി പരീക്ഷണം നടത്തുന്ന വ്യക്തിയാണെന്ന് സ്റ്റാംഫോർഡ് പറഞ്ഞു. അവർ രണ്ടുപേരും ഉടൻ തന്നെ സെയിന്റ് ബാർത്തലോമിയസ് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചെത്തി. ലബോറട്ടറിയുടെ ഉള്ളിൽ ടെസ്റ്റ് ട്യൂബുകൾക്കും രാസവസ്തുക്കൾക്കുമിടയിൽ ഉയരമുള്ള മെലിഞ്ഞ കൂർത്ത മൂക്കുള്ള ആ മനുഷ്യനെ വാട്സൺ കണ്ടു. അതായിരുന്നു ഷെർലോക്ക് ഹോംസ്. കണ്ട മാത്രയിൽ തന്നെ ഹോംസ് തന്റെ പ്രശസ്തമായ നിഗമനം നടത്തി. യു ഹാവ് ബീൻ ഇൻ അഫ്ഗാനിസ്ഥാൻ, ഐ പെർസീവ്. യാതൊരു മുൻപരിചയവുമില്ലാത്ത ഒരാൾ തന്റെ ജീവിത പശ്ചാത്തലം ഒരു നോക്കിൽ കൃത്യമായി പറഞ്ഞത് വാട്സനെ തിരിച്ചുപോകുന്ന അവസ്ഥയിലാക്കി. രക്തക്കറകൾ തിരിച്ചറിയാനുള്ള ഹീമോഗ്ലോബിൻ ടെസ്റ്റ് കണ്ടെത്തിയതിന്റെ ആവേശത്തിലായിരുന്നു ഹോംസ്. അവർ താമസിക്കാനായി തിരഞ്ഞെടുത്തത് 221B ബേക്കർ സ്ട്രീറ്റ് എന്ന വിലാസത്തിലുള്ള വീടായിരുന്നു. മിസിസ് ഹഡ്സൺ എന്ന വീട്ടുടമസ്ഥയുടെ ഉടമസ്ഥതയിലുള്ള ആ ഫ്ളാറ്റിൽ വിശാലമായ 2 കിടപ്പുമുറികളും വെളിച്ചം കയറുന്ന ഒരു വലിയ സ്വീകരണ മുറിയും ഉണ്ടായിരുന്നു. അവിടെ താമസം ആരംഭിച്ച ശേഷം ഹോംസിന്റെ ജീവിത രീതികൾ വാട്സൺ നിരീക്ഷിക്കാൻ തുടങ്ങി. ഹോംസ് ചിലപ്പോൾ അതിരാവിലെ എഴുന്നേറ്റ് കഠിനമായ ജോലികൾ ചെയ്യും. എന്നാൽ മറ്റു ചിലപ്പോൾ ദിവസങ്ങളോളം മുറിയിലെ സോഫയിൽ അനങ്ങാതെ കിടക്കും. അദ്ദേഹത്തിന്റെ മുറി നിറയെ വിചിത്രമായ വസ്തുക്കളായിരുന്നു. കുറ്റകൃത്യങ്ങളുടെ രേഖകൾ, വലിയ രാസപരീക്ഷണ ഉപകരണങ്ങൾ, ലണ്ടനിലെ വിവിധയിടങ്ങളിലെ മണ്ണിന്റെ സാമ്പിളുകൾ എന്നിവ അതിൽ ചിലതു മാത്രമായിരുന്നു. ഹോംസിന്റെ യഥാർത്ഥ തൊഴിലെന്താണെന്ന് കണ്ടെത്താനാവാതെ വാട്സൺ വീണ്ടും കുഴപ്പത്തിലായി. ഹോംസിന്റെ അറിവിന്റെ മേഖലകൾ വളരെ സവിശേഷമായിരുന്നു. അദ്ദേഹം സാഹിത്യമോ രാഷ്ട്രീയമോ തത്വചിന്തയോ ശ്രദ്ധിച്ചില്ല. സൗരയൂഥത്തെക്കുറിച്ചോ ഭൂമി സൂര്യനെ ചുറ്റുന്നതിനെക്കുറിച്ചോ തനിക്കറിയില്ലെന്ന് അദ്ദേഹം സമ്മതിച്ചു. വാട്സൺ അതിശയിച്ചപ്പോൾ ഹോംസ് തന്റെ ബ്രെയിൻ ആറ്റിക് സിദ്ധാന്തം വിശദീകരിച്ചു. തലച്ചോറ് എന്നത് ഒരു ചെറിയ മുറി പോലെയാണ്. അവിടെ ഉപയോഗമില്ലാത്ത കാര്യങ്ങൾ നിറച്ചാൽ അത്യാവശ്യമായ അറിവുകൾ സൂക്ഷിക്കാൻ സ്ഥലം കിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു കുറ്റാന്വേഷകന് ആവശ്യമുള്ള അറിവുകൾ മാത്രമേ തന്റെ തലച്ചോറിൽ സൂക്ഷിക്കൂ എന്ന് ഹോംസ് വാശി പിടിച്ചു. ഇതിനിടയിൽ മുറിയിലേക്കെത്തുന്ന വിചിത്ര സന്ദർശകരെ കണ്ട് വാട്സൺ അത്ഭുതപ്പെട്ടു. പാവപ്പെട്ടവർ മുതൽ ഉന്നത ഉദ്യോഗസ്ഥർ വരെ ഹോംസിനെ തേടി ബേക്കർ സ്ട്രീറ്റിൽ എത്തിയിരുന്നു. വാട്സൺ ഒരിക്കൽ ഒരു മാഗസിനിൽ ദ ബുക്ക് ഓഫ് ലൈഫ് എന്ന ലേഖനം വായിക്കാനിടയായി. ഒരാളുടെ വിരലിലെ ചലനത്തിൽ നിന്നോ വസ്ത്രത്തിലെ ചെറിയ നൂലിൽ നിന്നോ അയാളുടെ മുഴുവൻ ജീവിതവും കണ്ടെത്താം എന്നതായിരുന്നു ആ ലേഖനത്തിന്റെ സാരം. വാട്സൺ ഇതിനെ പുച്ഛിച്ചു തള്ളിയെങ്കിലും അത് എഴുതിയത് ഹോംസ് ആണെന്നറിഞ്ഞപ്പോൾ അദ്ദേഹം നിശബ്ദനായി. തന്റെ നിരീക്ഷണ പാടവം പരീക്ഷിക്കാനൊരവസരം തേടി. ആ സമയം ജനലിലൂടെ പുറത്ത് സ്ട്രീറ്റിൽ ഒരു കത്തുമായി വരുന്ന ഒരാളെ അവർ കണ്ടു. ഹോംസ് ഉടൻ പറഞ്ഞു, "ഹി ഈസ് എ റിട്ടയർഡ് സാർജന്റ് ഓഫ് മെറീൻസ്." ആ മനുഷ്യൻ മുറിയിലേക്ക് വന്നപ്പോൾ വാട്സൺ ചോദിച്ചു, അദ്ദേഹം മുൻപ് ആരായിരുന്നു എന്ന്. "സാർജന്റ് ഓഫ് മെറീൻസ് സർ" എന്ന മറുപടി കേട്ടപ്പോൾ വാട്സന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. എങ്ങനെയാണ് ഒരു കത്ത് വിതരണം ചെയ്യാൻ വന്ന ആളുടെ മുൻകാല തൊഴിൽ ഇത്ര കൃത്യമായി പറഞ്ഞത് എന്ന് വാട്സൺ ആലോചിച്ചു. ഹോംസ് തന്റെ രഹസ്യം വെളിപ്പെടുത്തി. ആ മനുഷ്യന്റെ നടത്തവും കൈയിലെ ടാറ്റുവും അയാളുടെ ആത്മവിശ്വാസവും എന്നിവയിൽ നിന്നാണ് ആ നിഗമനത്തിലെത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു.
ഹോംസ് സ്വയം വിശേഷിപ്പിച്ചത് ഒരു കൺസൾട്ടിംഗ് ഡിറ്റക്റ്റീവ് എന്നാണ്. സ്കോട്ട്ലൻഡ് യാർഡിലെ പ്രഗത്ഭരായ ഗ്രെഗ്സണും ലെസ്ട്രാഡും പോലും കുരുക്കുകൾ അഴിക്കാൻ കഴിയാതെ വരുമ്പോൾ ഹോംസിനെ സമീപിക്കാറുണ്ടായിരുന്നു. ലണ്ടനിലെ ക്രിമിനൽ ലോകത്തെക്കുറിച്ചുള്ള ഹോംസിന്റെ അറിവ് അഗാധമായിരുന്നു. പഴയ കേസുകളിലെ സമാനതകൾ വെച്ച് പുതിയ കേസുകൾ വിശകലനം ചെയ്യുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ശൈലി. ഇതിനിടയിൽ ഹോംസ് തന്റെ സ്ട്രാഡിവാരിയസ് വയലിൻ വായിക്കുന്നത് വാട്സൺ ആസ്വദിച്ചു തുടങ്ങി. ചിലപ്പോൾ മനോഹരമായ ഈണങ്ങളും ചിലപ്പോൾ വിചിത്രമായ ശബ്ദങ്ങളും ആ വയലിനിൽ നിന്ന് ഉയർന്നു. ഹോംസിന്റെ നിരീക്ഷണത്തിൽ സിഗരറ്റ് ചാരത്തിന് പോലും വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. 140-ലധികം വിവിധ ഇടങ്ങളിലെ സിഗരറ്റ് ചാരങ്ങൾ തിരിച്ചറിയാൻ അദ്ദേഹം പഠിച്ചിരുന്നു. ചെളിയിലെ കാൽപ്പാടുകൾ നോക്കി ഒരാളുടെ ഉയരവും ഭാരവും നടത്തത്തിലെ വേഗതയും പറയാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. വാട്സൺ തന്റെ ഡയറിയിൽ ഹോംസിന്റെ അറിവുകളുടെ ഒരു പട്ടിക തയ്യാറാക്കി. രസതന്ത്രത്തിൽ അസാമാന്യമായ അറിവ്, ശരീരശാസ്ത്രത്തിൽ അത്യാവശ്യം അറിവ്, കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിൽ അപാരമായ അറിവ് എന്നിങ്ങനെയായിരുന്നു ആ പട്ടിക. ഈ അറിവുകളെല്ലാം എപ്പോഴാണ് ഉപയോഗിക്കപ്പെടുക എന്ന് വാട്സൺ ചിന്തിച്ചു. ബേക്കർ സ്ട്രീറ്റിലെ ആ ജീവിതം ശാന്തമായിരുന്നെങ്കിലും ഏതെങ്കിലും വലിയ കൊടുങ്കാറ്റിനു മുൻപുള്ള ശാന്തത പോലെ അത് വാട്സന് അനുഭവപ്പെട്ടു. ഒരു ദിവസം രാവിലെ ഹോംസ് വളരെ ആവേശത്തോടെ തന്റെ മുറിയിലേക്ക് വന്നു. തനിക്കൊരു കേസ് ലഭിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം അറിയിച്ചു. ഗ്രെഗ്സൺ അയച്ച കത്തിൽ ലോറിസ്റ്റൺ ഗാർഡൻസിലെ ഒരു വീട്ടിൽ നടന്ന കൊലപാതകത്തെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. ഒരു അമേരിക്കൻ പൗരനായ ഇനോക് ജെ ഡ്രേബർ കൊല്ലപ്പെട്ടിരിക്കുന്നു. അവിടെ നിഗൂഢമായ പല കാര്യങ്ങളും പോലീസിനെ കുഴപ്പിക്കുന്നുണ്ടായിരുന്നു. ഹോംസിനൊപ്പം ഈ കേസ് അന്വേഷിക്കാൻ വാട്സനും താൽപ്പര്യമുണ്ടായിരുന്നു. അഫ്ഗാൻ യുദ്ധത്തിന്റെ മടുപ്പിൽ നിന്ന് മോചനം നേടാൻ ഇതൊരു നല്ല അവസരമായി വാട്സൺ കണ്ടു. ഇതോടെ 221B ബേക്കർ സ്ട്രീറ്റ് എന്ന കേന്ദ്രം ലണ്ടനിലെ ഏറ്റവും വലിയ രഹസ്യങ്ങൾ ചുരുളഴിയുന്ന ഇടമായി ഔദ്യോഗികമായി മാറി. ഹോംസിനൊപ്പമുള്ള ഓരോ യാത്രയും പുതിയ പാഠങ്ങളായിരുന്നു വാട്സന് നൽകിയത്. ഹോംസ് ഒരു സംഭവസ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു സാധാരണക്കാരൻ കാണാത്ത നൂറുകണക്കിന് കാര്യങ്ങൾ അദ്ദേഹം കാണുന്നു. യു സീ ബട്ട് യു ഡു നോട്ട് ഒബ്സർവ് എന്ന് ഹോംസ് വാട്സനോട് പറഞ്ഞു. കേവലം കാഴ്ചകൾക്കപ്പുറം യുക്തിപരമായ നിഗമനങ്ങൾ എങ്ങനെ നടത്താം എന്ന് അദ്ദേഹം വിശദീകരിച്ചു. വാട്സന്റെ സൈനിക ജീവിതത്തിലെ ചിട്ടയും ഹോംസിന്റെ അസാധാരണ ബുദ്ധിശക്തിയും ഒത്തുചേർന്നപ്പോൾ അതൊരു അപൂർവ കൂട്ടുകെട്ടായി മാറി. ലണ്ടനിലെ കുറ്റവാളികൾ ഭയക്കുന്ന ഒരു നാമമായി ഷെർലോക്ക് ഹോംസ് വളരുന്നത് വാട്സൺ ആവേശത്തോടെ നിരീക്ഷിച്ചു. അഫ്ഗാനിസ്ഥാനിലെ പോരാട്ടങ്ങളിൽ നിന്നും ലണ്ടനിലെ ഈ ഇരുണ്ട മുറിയിലേക്കുള്ള മാറ്റം വാട്സന്റെ ജീവിതത്തിൽ വലിയ ഒരു സമാധാനമാണ് നൽകിയത്. ഹോംസിന്റെ വയലിൻ വായനയുടെ അകമ്പടിയോടെ അവർ മണിക്കൂറുകളോളം വിവിധ കേസുകളെക്കുറിച്ച് ചർച്ച ചെയ്തു. താനൊരു ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോകുന്നു എന്ന് വാട്സൺ അന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല. ഹോംസിന്റെ ഓരോ പരീക്ഷണവും, രാസവസ്തുക്കളുടെ ഗന്ധവും മുറിയിലെ പുകയിലയുടെ മണവും എല്ലാം ബേക്കർ സ്ട്രീറ്റിലെ അന്തരീക്ഷത്തിന്റെ ഭാഗമായി. വരാനിരിക്കുന്ന വലിയ കേസിനായി ഹോംസ് തന്റെ മനസ്സിനെ പാകപ്പെടുത്തി കഴിഞ്ഞിരുന്നു. ലണ്ടൻ പോലീസിന് വെല്ലുവിളിയാകുന്ന കേസുകൾ എങ്ങനെ ഒരു കൺസൾട്ടിംഗ് ഡിറ്റക്റ്റീവ് കൈകാര്യം ചെയ്യുന്നു എന്ന് കാണാൻ വാട്സൺ ഒരുങ്ങി. ബേക്കർ സ്ട്രീറ്റിലെ ആ ശാന്തമായ ദിനങ്ങൾ അവസാനിക്കുകയും കുറ്റകൃത്യങ്ങളുടെ സങ്കീർണമായ ലോകത്തേക്ക് അവർ വാതിൽ തുറക്കുകയും ചെയ്തു. മനുഷ്യന്റെ തലച്ചോറിനെക്കുറിച്ചുള്ള ഹോംസിന്റെ നിഗമനങ്ങൾ ഇന്നും പ്രസക്തമാണ്. അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കി ലക്ഷ്യത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അദ്ദേഹത്തിന്റെ രീതിയാണ് അദ്ദേഹത്തെ ലോകത്തിലെ ഏറ്റവും മികച്ച ഡിറ്റക്റ്റീവാക്കിയത്. വാട്സൺ ആ അത്ഭുത മനുഷ്യന്റെ സഹായിയായി മാറുകയും അദ്ദേഹത്തിന്റെ സാഹസികതകൾ ലോകത്തോട് പറയാൻ തയ്യാറെടുക്കുകയും ചെയ്തു. ഇതായിരുന്നു ഷെർലക് ഹോംസ് എന്ന ഇതിഹാസത്തിന്റെ ആദ്യ ചുവടുവെപ്പ്. ലണ്ടൻ നഗരത്തിലെ ബ്രിക്സ്റ്റൺ റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിജനമായ ഒരു പഴയ കെട്ടിടമായിരുന്നു നമ്പർ 3 ലോറിസ്റ്റൺ ഗാർഡൻസ്. മഴ പെയ്തു കുതിർന്ന ആ രാത്രിയിൽ ആ വീടിന്റെ പരിസരം ഭീതിജനകമായൊരു നിശബ്ദതയിലായിരുന്നു. മഞ്ഞുമൂടിയ തെരുവിലൂടെ കുതിരവണ്ടിയിൽ ഷെർലക് ഹോംസും ഡോക്ടർ ജോൺ വാട്സണും സംഭവസ്ഥലത്തെത്തുമ്പോൾ അവിടെ സ്കോട്ട്ലൻഡ് യാർഡിലെ പ്രഗത്ഭരായ ഡിറ്റക്റ്റീവുമാർ പലരും എത്തിയിരുന്നു. ഗ്രെഗ്സണിന്റെ കത്തുപ്രകാരം ആ വിജനമായ വീട്ടിൽ ഒരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. വീടിന്റെ ഗേറ്റിനു പുറത്തുതന്നെ കുതിരവണ്ടികളുടെയും മനുഷ്യരുടെയും നിരവധി കാൽപ്പാടുകൾ ചെളിയിൽ പതിഞ്ഞിരുന്നു. ഹോംസ് തന്റെ അന്വേഷണം അവിടെ നിന്നുതന്നെ ആരംഭിച്ചു. അകത്തേക്ക് കയറുന്നതിനു മുമ്പ് റോഡിലെയും പാതയിലെയും ഓരോ ചെറിയ അടയാളങ്ങളും അദ്ദേഹം അതീവ ശ്രദ്ധയോടെ നിരീക്ഷിച്ചു. ചെളിയിൽ പതിഞ്ഞ അടയാളങ്ങളിൽ നിന്ന് അവിടെ എത്തിയ വാഹനത്തിന്റെ ചക്രങ്ങളുടെ വലിപ്പവും കുതിരയുടെ വേഗതയും അദ്ദേഹം മനസ്സിലാക്കി. വീടിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. വെളിച്ചമില്ലാത്ത ആ ഇരുണ്ട ഹാളിൽ മെഴുകുതിരി വെളിച്ചത്തിൽ ഡിറ്റക്റ്റീവ് ലെസ്ട്രേഡ് നിൽക്കുന്നുണ്ടായിരുന്നു.
ഹാളിലെ തറയിൽ ചിതറിക്കിടക്കുന്ന രക്തക്കറകൾക്കിടയിൽ ഒരു മൃതദേഹം കിടന്നിരുന്നു. ഈനോക്ക് ജെ ഡ്രബർ എന്ന അമേരിക്കൻ പൗരന്റേതായിരുന്നു ആ ശരീരം. അയാളുടെ വസ്ത്രങ്ങൾ മാന്യമായിരുന്നുവെങ്കിലും മുഖത്ത് വലിയൊരു ഭീതിയുടെ നിഴൽ കാണാമായിരുന്നു. ഒരു മനുഷ്യന്റെ മുഖത്തു വരാവുന്ന ഏറ്റവും ഭയാനകമായ ഭാവത്തോടെയാണ് അയാൾ മരണപ്പെട്ടിരിക്കുന്നത്. എന്നാൽ വിചിത്രമായ കാര്യം, അവിടെയെല്ലാം രക്തം ചിതറിക്കിടക്കുന്നുണ്ടെങ്കിലും ഡ്രബറിന്റെ ശരീരത്തിൽ ഒരു ചെറിയ പോറൽ പോലുമില്ലായിരുന്നു. ഈ വൈരുദ്ധ്യം അവിടെയുണ്ടായിരുന്ന പോലീസുകാരെ പൂർണ്ണമായും കുഴപ്പിച്ചു. രക്തം മൃതദേഹത്തിന്റേതല്ലെങ്കിൽ പിന്നെ ആരുടേതാണ് എന്ന ചോദ്യം വാട്സണിന്റെ ഉള്ളിൽ ഉയർന്നുവന്നു. ഹോംസ് സംഭവസ്ഥലം പരിശോധിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ രീതികൾ വളരെ വ്യത്യസ്തപ്പെട്ടിരുന്നു. തറയിൽ മുട്ടുകുത്തിയിരുന്നുകൊണ്ട് ഒരു മാഗ്നിഫയിംഗ് ഗ്ലാസ് ഉപയോഗിച്ച് അദ്ദേഹം ഓരോ പൊടിപടലവും പരിശോധിച്ചു. മൃതദേഹത്തിന്റെ പോക്കറ്റുകളിൽ നിന്ന് ചില കത്തുകൾ, ഒരു വാച്ച്, പണം എന്നിവ കണ്ടെത്തിയിരുന്നു. എന്നാൽ കൊലയാളി ആരാണെന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നും അവിടെ പോലീസിന് ലഭിച്ചിരുന്നില്ല. മൃതദേഹം കിടക്കുന്നതിന് കുറച്ചകലെയായി ചുമരിൽ ഒരു ചെറിയ അടയാളം ഹോംസ് കണ്ടെത്തി. രക്തം കൊണ്ട് വളരെ വ്യക്തമായി എഴുതിയ ഒരു വാക്ക്, റെയ്ച്ച്. ഇത് കണ്ട ലെസ്ട്രേഡ് ഉടനടി നിഗമനത്തിലെത്തി. ആരോ റേച്ചൽ എന്ന പേരെഴുതാൻ ശ്രമിച്ചതാണെന്നും അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നുമാണ് അയാൾ കരുതിയത്. എന്നാൽ ഷെർലോക്ക് ഹോംസ് ആ വാദത്തെ പുച്ഛിച്ചു തള്ളി. ജർമ്മൻ ഭാഷയിൽ റേച്ച് എന്ന വാക്കിന്റെ അർത്ഥം റിവെഞ്ച് എന്നാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ഇതൊരു സാധാരണ പെൺകുട്ടിയുടെ പേരല്ലെന്നും മറിച്ച് കൊലയാളി കരുതിക്കൂട്ടി നൽകിയൊരു സൂചനയാണെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ കൊലയാളി ചെയ്ത ഒരു വിദ്യ മാത്രമാണിത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഹോംസ് ചുമരിലെ ആ രക്തം തൊട്ടുനോക്കി അത് യഥാർത്ഥ രക്തമാണെന്ന് സ്ഥിരീകരിച്ചു. കൊലപാതകം നടന്ന മുറിയിലെ ജനലുകൾ പുറത്തുനിന്നും അടച്ചിരുന്നു. അതായത് കൊലയാളിയും ഇരയും ഒരേ വാതിലിലൂടെ തന്നെയാണ് അകത്തേക്ക് പ്രവേശിച്ചത്. അവിടെയുണ്ടായിരുന്ന സിഗരറ്റ് ചാരത്തെക്കുറിച്ച് ഹോംസ് വിശദമായൊരു പഠനം നടത്തി. അത് ട്രിച്ചിനോപോളി എന്ന പ്രത്യേകതരം സിഗരറ്റിന്റേതാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. കൊലയാളിയെക്കുറിച്ചുള്ള തന്റെ ആദ്യ നിഗമനങ്ങൾ ഹോംസ് അപ്പോൾ തന്നെ പുറത്തുവിട്ടു. കൊലയാളിക്ക് 6 അടിയിലധികം പൊക്കമുണ്ട്. അയാൾ പ്രായപൂർത്തിയായ ഒരു മനുഷ്യനാണ്. അയാളുടെ മുഖം ചതുരാകൃതിയിലുള്ളതാണ്. കൂടാതെ അയാൾ ധരിച്ചിരുന്നത് ചതുരാകൃതിയിലുള്ള മുൻഭാഗമുള്ള ബൂട്ടുകളാണ്. അയാൾ മുറിയിലേക്ക് വന്നത് പുതുപുത്തൻ ചക്രങ്ങളുള്ള ഒരു കുതിരവണ്ടിയിലാണ്. ഇത്രയും വിവരങ്ങൾ വെറും നിരീക്ഷണത്തിലൂടെ എങ്ങനെ കണ്ടെത്തിയെന്ന് വാട്സൺ അത്ഭുതപ്പെട്ടു. ചെളിയിലെ കാൽപ്പാടുകൾക്കിടയിലെ അകലം നോക്കിയാണ് കൊലയാളിയുടെ ഉയരം കണക്കാക്കിയത്. അയാൾ മൃതദേഹത്തിനു ചുറ്റും നടന്ന രീതിയിൽ നിന്നാണ് അയാളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കിയത്. ഹോംസിന്റെ ഈ ശാസ്ത്രീയമായ സമീപനം ലണ്ടൻ പോലീസിന് പുതിയൊരറിവായിരുന്നു. പരിശോധനകൾക്കിടയിൽ തറയിൽ നിന്ന് തിളങ്ങുന്ന ഒരു വസ്തു ഹോംസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതൊരു സ്വർണ്ണമോതിരമായിരുന്നു. ഒരു സ്ത്രീയുടെ വിവാഹമോതിരം ആ കൊലപാതക സ്ഥലത്ത് എങ്ങനെ എത്തിയെന്നത് വലിയൊരു ചോദ്യചിഹ്നമായി മാറി. ഇനോക്ക് ജെ ഡ്രബറിന്റെ മൃതദേഹത്തിന് സമീപം ഇത് വീണുകിടക്കുകയായിരുന്നു. ഒരുപക്ഷെ കൊലയാളി ധൃതിയിൽ ഇറങ്ങിപ്പോകുമ്പോൾ തന്റെ കയ്യിൽ നിന്നും വീണതാകാം എന്ന് ഹോംസ് കരുതി. അല്ലെങ്കിൽ ഇത് ബോധപൂർവം അവിടെ ഉപേക്ഷിക്കപ്പെട്ട ഒരു തെളിവുമാകാം. മോതിരം സൂക്ഷ്മമായി പരിശോധിച്ച ഹോംസ് അതിൽ ചില അടയാളങ്ങൾ കണ്ടു. ഇത് ലണ്ടനിലെ സാധാരണ കടകളിൽ നിന്ന് വാങ്ങുന്ന ഒന്നല്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഇതിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നും ലളിതമായ രൂപകൽപ്പനയാണെന്നും അദ്ദേഹം നിരീക്ഷിച്ചു. സംഭവസ്ഥലത്തുണ്ടായിരുന്ന കോൺസ്റ്റബിൾ ജോൺ റാൻസിനെ ഹോംസ് ചോദ്യം ചെയ്തു. കൊലപാതകം നടന്ന രാത്രിയിൽ മുറ്റത്ത് ആരെങ്കിലും കണ്ടിരുന്നോ എന്നായിരുന്നു ചോദ്യം. റാൻസ് ഒരു മദ്യപാനിയെ കണ്ടതായി മൊഴി നൽകി. ആ മദ്യപാനി വേച്ച് നടക്കുന്നുണ്ടായിരുന്നുവെന്നും അയാളുടെ മുഖം ഇരുട്ടിൽ വ്യക്തമായിരുന്നില്ലെന്നും അയാൾ പറഞ്ഞു. ഹോംസ് ഉടനെ തന്നെ മനസ്സിലാക്കി ആ മദ്യപാനി മറ്റാരുമല്ല, മറിച്ച് തന്റെ മോതിരം തിരിഞ്ഞ് തിരിച്ചുവന്ന കൊലയാളി തന്നെയായിരുന്നുവെന്ന്. പോലീസിന്റെ അശ്രദ്ധ കാരണം കൊലയാളി അവരുടെ മുന്നിലൂടെ രക്ഷപ്പെട്ടു എന്ന സത്യം ഹോംസ് പരിഹാസത്തോടെയാണ് കണ്ടത്. ആ മനുഷ്യനെ അപ്പോൾ പിടികൂടിയിരുന്നെങ്കിൽ കേസ് അന്ന് തന്നെ അവസാനിക്കുമായിരുന്നു. ജോൺ റാൻസിന്റെ വിവരണത്തിൽ നിന്ന് കൊലയാളിക്ക് ശക്തമായ ശാരീരിക പ്രകൃതിയുണ്ടെന്നും വ്യക്തമായി. ഇനോക്ക് ജെ ഡ്രബറിന്റെ മൃതദേഹം മാറ്റിക്കഴിഞ്ഞ് ആ മുറിയിലെ ഗന്ധം ഹോംസ് പരിശോധിച്ചു. വായുവിൽ ഒരു നേരിയ മദ്യത്തിന്റെ ഗന്ധമുണ്ടായിരുന്നു. എന്നാൽ അത് സാധാരണ വൈനായിരുന്നില്ല. മൃതദേഹത്തിന്റെ വായിൽ നിന്നും ഒരു പ്രത്യേകതരം പുളിപ്പുള്ള മണം വരുന്നുണ്ടായിരുന്നു. ഇതിൽ നിന്നും അയാൾക്ക് വിഷം നൽകിയതാണെന്ന് ഹോംസ് സംശയിച്ചു. ശരീരത്തിൽ മുറിവുകളില്ലാത്തത് ഈ സംശയത്തെ ബലപ്പെടുത്തി. എന്നാൽ എങ്ങനെയാണ് അയാൾ അത് കഴിച്ചത്? ബലം പ്രയോഗിച്ചാണോ അതോ വഞ്ചനയിലൂടെയാണോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടി ഹോംസ് തന്റെ ഡയറിയിൽ ചില നിഗമനങ്ങൾ കുറിച്ചു. കേസ് കൂടുതൽ സങ്കീർണമാകുകയാണെന്ന് വാട്സൺ തിരിച്ചറിഞ്ഞു. മൃതദേഹത്തിന്റെ ചുണ്ടുകളിൽ കാണപ്പെട്ട ചെറിയ പോറലുകൾ ബലം പ്രയോഗിച്ചുള്ള ഗുളിക നൽകലിനെ സൂചിപ്പിച്ചു. മൃതദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് ലഭിച്ച ഒരു ടിക്കറ്റിൽ ഗുയാൻ എന്ന കപ്പൽ കമ്പനിയുടെ പേരുണ്ടായിരുന്നു. ഇനോക്ക് ജെ ഡ്രബർ ലണ്ടനിൽ നിന്നും അമേരിക്കയിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുകയായിരുന്നുവെന്ന് ഇതിൽ നിന്നും വ്യക്തമായി.
കൂടെയുള്ള മടക്ക ടിക്കറ്റ് ജോസഫ് സ്റ്റാങ്കേഴ്സൺ എന്ന ആളുടെ പേരിലായിരുന്നു. ഇരുവരും ലണ്ടനിലെ ചാർപെന്റിയേഴ്സ് ബോർഡിംഗ് ഹൗസിലായിരുന്നു താമസിച്ചിരുന്നതെന്ന് ഗ്രെഗ്സൺ കണ്ടെത്തി. എന്നാൽ സ്റ്റാങ്കേഴ്സൺ എവിടെ പോയി എന്നത് നിഗൂഢമായി തുടർന്നു. അയാൾ കൂടി കൊല്ലപ്പെട്ടോ അതോ അയാൾ തന്നെയാണോ കൊലയാളി? പോലീസ് ജോസഫ് സ്റ്റാങ്കേഴ്സനെ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങി. എന്നാൽ ഹോംസ് തന്റെ ശ്രദ്ധ വിട്ടുപോയ ആ കുതിരവണ്ടി ഡ്രൈവറിലായിരുന്നു കേന്ദ്രീകരിച്ചത്. കൊലപാതകം നടന്ന ആ വീട്ടിലെ അന്തരീക്ഷം വളരെ ശ്വാസം മുട്ടിക്കുന്നതായിരുന്നു. മൃതദേഹം മാറ്റിയെങ്കിലും ചുമരിലെ ആ RACH എന്ന വാക്ക് ഒരു ഭീഷണിയായി അവിടെ തന്നെ നിന്നു. ഹോംസ് മുറിയുടെ ഓരോ കോണിലും പുകയിലയുടെ പൊടിയുണ്ടോ എന്ന് നോക്കി. സിഗരറ്റ് ചാരത്തിന്റെ നിറവും കനവും വിശകലനം ചെയ്തപ്പോൾ അത് ലണ്ടനിൽ എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നല്ലെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചു. അതായത് കൊലയാളി ഒരു വിദേശിയാകാനോ അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് വന്നവനാകാനോ ഉള്ള സാധ്യത കൂടുതലാണെന്ന് ഹോംസ് ഊഹിച്ചു. അമേരിക്കൻ പൗരനായ ഇനോക് ജെ റബ്ബറിനെ പിന്തുടർന്നു വന്നയൊരാളാകാം പ്രതി എന്ന് ഹോംസ് ഊഹിച്ചു. ചുമരിലെ എഴുത്തിന്റെ ഉയരം കൊലയാളിയുടെ യഥാർത്ഥ ഉയരവുമായി പൊരുത്തപ്പെടുന്നുണ്ടായിരുന്നു. അന്വേഷണത്തിന് ശേഷം തിരികെ വരുമ്പോൾ ഹോംസ് വളരെ നിശബ്ദനായിരുന്നു. തന്റെ കണ്ടെത്തലുകൾ പൂർണ്ണമായി വാട്സനോട് അദ്ദേഹം പങ്കുവച്ചില്ല. എങ്കിലും ഒന്നു മാത്രം പറഞ്ഞു: ഈ കേസിൽ നീതി നടപ്പിലാക്കാൻ എനിക്ക് ദൈവത്തിന്റെ സഹായം വേണ്ട, മറിച്ച് ശരിയായ വിവരങ്ങൾ മാത്രം മതി. വാട്സൺ ആ നിമിഷം ഹോംസിനെ നോക്കിയത് ഒരു വിസ്മയത്തോടെയാണ്. കേവലം കുറച്ചു മിനിറ്റുകൾ കൊണ്ട് ആരും കാണാത്ത 1000 കാര്യങ്ങൾ കണ്ടുപിടിച്ച ആ മനുഷ്യൻ ഒരു അമാനുഷികനാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. ലോറസ്റ്റൺ ഗാർഡൻസിലെ രഹസ്യം ലണ്ടനിലെങ്ങും ചർച്ചാ വിഷയമായി മാറി. പത്രങ്ങൾ കൊലയാളിയെക്കുറിച്ച് പല ഊഹാപോഹങ്ങളും പ്രചരിപ്പിക്കാൻ തുടങ്ങി. കൊലപാതകത്തിന്റെ ഭീകരതയേക്കാൾ ഉപരിയായി ഷെർലോക്ക് ഹോംസ് എന്ന ഡിറ്റക്റ്റീവിന്റെ അപാരമായ ബുദ്ധിശക്തിയാണ് ഇവിടത്തെ പ്രധാന ആകർഷണം. തെളിവുകളില്ലാതിരുന്ന ഇടത്തുനിന്ന് അദ്ദേഹം തെളിവുകൾ സൃഷ്ടിച്ചു. സ്കോട്ട്ലൻഡ് യാർഡ് ഇരുട്ടിൽ തപ്പിയപ്പോൾ അദ്ദേഹം പ്രകാശത്തിലേക്കുള്ള വഴി കണ്ടെത്തി. ആ മോതിരവും രക്തം കൊണ്ടുള്ള എഴുത്തും സിഗരറ്റ് ചാരവും എല്ലാം ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ടായിരുന്നു. വരാനിരിക്കുന്ന വലിയ തിരിച്ചറിവുകളിലേക്ക് ഈ ചെറിയ സൂചനകൾ വഴി തുറക്കുന്നു. ലണ്ടൻ നഗരം ഒരു വലിയ വേട്ടയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു. ഹോംസ് തന്റെ സ്വീകരണ മുറിയിൽ വയലിൻ വായിച്ചുകൊണ്ട് ചിന്തകളിൽ മുഴുകി. തന്റെ അടുത്ത നീക്കം എപ്പോഴായിരിക്കണമെന്ന് അദ്ദേഹം നിശ്ചയിച്ചു. ലോറിസ്റ്റൺ ഗാർഡൻസിലെ നിഗൂഢമായ കൊലപാതകത്തിന് പിന്നാലെ ലണ്ടൻ നഗരം അതീവ ജാഗ്രതയിലായിരുന്നു. സ്കോട്ട്ലൻഡ് യാർഡിലെ ലെസ്ട്രേഡ് 222B ബേക്കർ സ്ട്രീറ്റിലേക്ക് തികഞ്ഞ പരിഭ്രാന്തിയുടെ ഓടിക്കയറി വരുന്നത് ഷെർലോക്ക് ഹോംസും ഡോക്ടർ ജോൺ വാട്സണും നിരീക്ഷിച്ചു. രണ്ടാമത്തെ കൊലപാതകം കൂടി നടന്ന വിവരം ലെസ്ട്രേഡ് അറിയിച്ചു. ഇത്തവണ ഇരയായത് ഇനോക് ജെ റബ്ബറിന്റെ വിശ്വസ്തനായ സെക്രട്ടറി ജോസഫ് സ്റ്റാങ്കേഴ്സൺ ആയിരുന്നു. ഹാലിഡേയ്സ് പ്രൈവറ്റ് ഹോട്ടലിലെ ഒരു മുറിയിലാണ് അയാളുടെ മൃതദേഹം കണ്ടെത്തിയത്. ആദ്യത്തെ കൊലപാതകത്തിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ കൊലയാളി കഠാര ഉപയോഗിച്ചാണ് കൃത്യം നിർവഹിച്ചിരുന്നത്. ജോസഫ് സ്റ്റാങ്കേഴ്സന്റെ നെഞ്ചിൽ ആഴത്തിലുള്ള മുറിവേറ്റിരുന്നു. മുറിയുടെ ഭിത്തിയിൽ വീണ്ടും അതേ വാക്ക് രക്തം കൊണ്ട് എഴുതിയിരുന്നു: RACH. പോലീസിന്റെ അതീവ സുരക്ഷാ വലയങ്ങൾക്കിടയിൽ നഗരമധ്യത്തിൽ ഇത്രയും ധൈര്യമായ ഒരു കൊലപാതകം നടന്നത് ഹോംസിനെ വല്ലാതെ ചിന്തിപ്പിച്ചു. പ്രതി എത്രത്തോളം അപകടകാരിയും ലക്ഷ്യബോധമുള്ളവനുമാണെന്ന് ഈ രണ്ടാമത്തെ കൊലപാതകം വ്യക്തമാക്കുന്നു. സ്റ്റാങ്കേഴ്സന്റെ മൃതദേഹത്തിന് സമീപം ഒരു ചെറിയ പെട്ടി ഹോംസ് കണ്ടെത്തി. അതിൽ 2 ചെറിയ ഗുളികകളുണ്ടായിരുന്നു. ലെസ്ട്രേഡ് ഇത് വെറും വിഴുങ്ങാൻ വെച്ചിരുന്ന സാധാരണ മരുന്നുകളാണെന്ന് കരുതി തള്ളിക്കളഞ്ഞെങ്കിലും ഹോംസ് അതിനെ ഗൗരവമായി കാണുകയും സൂക്ഷ്മമായി പരിശോധിക്കുകയും ചെയ്തു. അദ്ദേഹം ആ ഗുളികകൾ പരീക്ഷണ വിധേയമാക്കാൻ തീരുമാനിച്ചു. താൻ മുൻപ് കണ്ട ആസിഡ് കറകൾ തിരിച്ചറിയാനുള്ള ലബോറട്ടറി ടെസ്റ്റുകളേക്കാൾ നിർണായകമായൊരു പരീക്ഷണമായിരുന്നു അത്. മുറിയിലെ ജനലുകൾ അല്പം തുറന്നു കിടന്നിരുന്നു. കൊലയാളി ഒരു വലിയ മതിലിലൂടെയോ പൈപ്പിലൂടെ വലിഞ്ഞു കയറിയതാകാമെന്ന് ഹോംസ് നിഗമനത്തിലെത്തി. ജോസഫ് സ്റ്റാങ്കേഴ്സൺ മരിക്കുന്നതിന് തൊട്ടുമുൻപ് വലിയ ഭീതിയിലായിരുന്നുവെന്നും അയാൾ പ്രതിരോധിക്കാൻ ശ്രമിച്ചെന്നും തറയിലെ പാടുകൾ സൂചിപ്പിച്ചു. 2 കൊലപാതകങ്ങളും ഒരേ കൈകളാൽ നടന്നതാണെന്ന് ഹോംസ് ഉറപ്പിച്ചു. ഹോംസ് ഉടൻ തന്നെ തന്റെ വിശ്വസ്തരായ ബേക്കർ സ്ട്രീറ്റ് ഇറഗുലേഴ്സ് എന്ന തെരുവുകുട്ടികളുടെ സഹായം തേടി. ലണ്ടനിലെ ഒരു മുക്കും മൂലയും അവർക്ക് സുപരിചിതമായിരുന്നു. ഒരു പ്രത്യേക കുതിരവണ്ടി ഡ്രൈവറെ കണ്ടെത്തുക എന്നതായിരുന്നു അവർക്ക് നൽകിയ ദൗത്യം. ലണ്ടനിലെ ആയിരക്കണക്കിന് കുതിരവണ്ടികൾക്കിടയിൽ നിന്ന് ഒരാളെ കണ്ടെത്തുക എന്നത് അസാധ്യമായ കാര്യമായിരുന്നുവെങ്കിലും ഹോംസ് കൃത്യമായ ചില സൂചനകൾ അവർക്ക് നൽകിയിരുന്നു. വിഗിൻസും സംഘവും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയി. ഇതിനിടയിൽ ഹോംസ് തന്റെ വിചിത്രമായ പരീക്ഷണം തുടർന്നു. ആ ഗുളികകൾ അദ്ദേഹം ഹോട്ടലിലെ ഒരു രോഗിയായ നായയ്ക്ക് നൽകി പരിശോധിച്ചു. ഒന്നിൽ മാരകമായ വിഷമുണ്ടായിരുന്നു, മറ്റൊന്ന് വെറും പൊടിയായിരുന്നു. കൊലയാളി തന്റെ ഇരകൾക്ക് ഒരവസരം നൽകുകയായിരുന്നുവെന്നും അത് ഡിവൈൻ ജസ്റ്റിസ് ആണെന്നും അയാൾ വിശ്വസിക്കുന്നുവെന്നും ഹോംസ് മനസ്സിലാക്കി. കൊലയാളി ഇരകൾക്ക് ഒരേ സമയം 2 ഗുളികകൾ നൽകുന്നു, ഒന്ന് വിഷമുള്ളതും മറ്റൊന്ന് അപകടമില്ലാത്തതും. ഇരകൾ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കണം. ഇത് കൊലയാളിയുടെ ഒരു വികൃതമായ നീതിബോധമാണ് കാണിക്കുന്നത്.
ഇതിനിടയിൽ ഹോംസ് മറ്റൊരു തന്ത്രം മെനഞ്ഞു. താൻ കണ്ടെത്തിയ വെഡ്ഡിംഗ് റിംഗ് നഷ്ടപ്പെട്ടുവെന്ന് കാണിച്ച് പത്രങ്ങളിൽ പരസ്യം നൽകി. അതു വാങ്ങാൻ വരുന്നവനെ പിടിക്കുകയായിരുന്നു ലക്ഷ്യം. 221B ബേക്കർ സ്ട്രീറ്റിലെ മുറിയിൽ ഒരു പിസ്റ്റോളുമായി വാട്സണും ഹോംസും കാത്തിരുന്നു. അല്പസമയത്തിനകം ഒരു വൃദ്ധയായ സ്ത്രീ മോതിരം ചോദിച്ചുകൊണ്ട് അവിടെയെത്തി. അത് തന്റെ മകളുടേതാണെന്ന് അവർ അവകാശപ്പെട്ടു. ഹോംസ് അവർക്ക് മോതിരം നൽകി. എന്നാൽ അവർ പോയ ഉടനെ തന്നെ അവരെ പിന്തുടരാൻ തീരുമാനിച്ചു. പക്ഷേ ആ വൃദ്ധ തന്റെ കണ്ണുവെട്ടിച്ച് അതിവേഗത്തിൽ ഒരു കുതിരവണ്ടിയിൽ കയറി മറഞ്ഞുകളഞ്ഞു. അത് വേഷം മാറിയ കൊലയാളി തന്നെയായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഹോംസ് അയാളുടെ ബുദ്ധിശക്തിയെ പ്രശംസിച്ചു. ലണ്ടനിലെ കുതിരവണ്ടി ഡ്രൈവർമാരുടെ ലയങ്ങൾ കേന്ദ്രീകരിച്ച് വിഗിൻസ് തന്റെ അന്വേഷണം ശക്തമാക്കി. ഇതിനിടയിൽ സ്കോട്ട്ലാൻഡ് യാർഡ് ഡിറ്റക്റ്റീവുമാർ ജോസഫ് സ്റ്റാൻജേഴ്സന്റെ മരണത്തിൽ മദ്യപാനിയായ ഒരു നാവികനെയാണ് സംശയിച്ചിരുന്നത്. എന്നാൽ ഹോംസ് അവർക്ക് തെറ്റുപറ്റിയെന്ന് ഓർമ്മിപ്പിച്ചു. യഥാർത്ഥ പ്രതി ഒരു വ്യക്തിപരമായ പക തീർക്കാൻ വന്നവനാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. കൊലയാളിയുടെ ഉയരം, അയാളുടെ ആരോഗ്യസ്ഥിതി, അയാൾ ഉപയോഗിക്കുന്ന സിഗരറ്റ് ഇവയെല്ലാം ഒരൊറ്റ ചിത്രത്തിലേക്ക് ചുരുങ്ങുകയായിരുന്നു. മുറിയിൽ കണ്ട കാൽപ്പാടുകളും ഹോട്ടലിലെ രജിസ്റ്ററിലെ വിവരങ്ങളും വിശകലനം ചെയ്തപ്പോൾ കൊലയാളി വളരെക്കാലമായി ഇവരെ പിന്തുടരുന്ന ഒരാളാണെന്ന് വ്യക്തമായി. കൊലയാളി ഇരകളെ വേട്ടയാടുന്നത് ലണ്ടൻ തെരുവുകളിൽ ആരംഭിച്ചതൊന്നല്ല, മറിച്ച് കടൽ കടന്നുവന്ന വലിയൊരു പകയാണെന്ന് ഹോംസ് ലക്ഷണങ്ങളിൽ നിന്ന് കണ്ടെത്തി. തന്റെ അന്വേഷണത്തിന്റെ അവസാന ഘട്ടമെന്ന നിലയിൽ ഹോംസ് വീണ്ടും വീട്ടിലേക്ക് മടങ്ങിയെത്തി. അവിടെ വെച്ച് വിഗിൻസ് പുതിയൊരു വിവരം നൽകി. ആ പ്രത്യേക കുതിരവണ്ടി നഗരത്തിന്റെ കിഴക്കൻ ഭാഗത്ത് കണ്ടിരിക്കുന്നു. ആ വണ്ടിയുടെ ഡ്രൈവർ ജെഫേഴ്സൺ ഹോപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഹോംസ് ഉടൻ തന്നെ ആ ഡ്രൈവറെ 221B ബേക്കർ സ്ട്രീറ്റിലേക്ക് വിളിച്ചുവരുത്താൻ ഒരു വഴി കണ്ടെത്തി. ഒരു സാങ്കല്പിക സന്ദർശകനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എത്തിക്കാനെന്ന വ്യാജേനയാണ് അയാളെ വിളിച്ചത്. വാട്സണും ലണ്ടൻ പോലീസും മുറിയിൽ ഒളിച്ചിരുന്നു. പുറത്ത് കുതിരവണ്ടിയുടെ ചക്രങ്ങൾ കല്ലിൽ ഉരസുന്ന ശബ്ദം കേട്ടു. ചതുരാകൃതിയിലുള്ള താടിയെല്ലും കത്തുന്ന കണ്ണുകളുമുള്ള ഒരു മനുഷ്യൻ ആത്മവിശ്വാസത്തോടെ മുറിയിലേക്ക് കയറി വന്നു. അയാൾ തന്റെ കയ്യിലുള്ള പെട്ടിയുമായി ഹോംസിന്റെ അടുക്കലേക്ക് നടന്നെത്തി. ജെഫേഴ്സൺ ഹോപ്പ് തന്റെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ എന്ന ഭാവത്തിൽ കുനിഞ്ഞു. ആ നിമിഷം തന്നെ ഹോംസ് അയാളുടെ പിന്നിൽ അതിവേഗത്തിൽ ചാടി വീണു. "Let me introduce you to Mr. Jefferson Hope, the murderer of Enoch J. Drebber and Joseph Stangerson," എന്ന് ഹോംസ് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഒരു സിംഹത്തെപ്പോലെ ആക്രോശിച്ചുകൊണ്ട് ജെഫേഴ്സൺ ഹോപ്പ് പോലീസിനോട് അതിശക്തമായി എതിർത്തു. ഒരു ഘട്ടത്തിൽ അയാൾ ജനലിലൂടെ പുറത്തേക്ക് ചാടാൻ ശ്രമിച്ചെങ്കിലും വാട്സണും ലെസ്ട്രേഡും ഗ്രെഗ്സണും ചേർന്ന് വലിയൊരു പോരാട്ടത്തിനൊടുവിലാണ് അയാളെ കീഴ്പ്പെടുത്തിയത്. കൈവിലങ്ങുകൾ അണിഞ്ഞെങ്കിലും ഹോപ്പ് എട്ടെന്ന് ശാന്തനായി. അയാളുടെ കണ്ണുകളിൽ പ്രതികാരത്തിന് ശേഷമുള്ള ഒരു സമാധാനവും സംതൃപ്തിയും തെളിഞ്ഞുനിന്നു. തന്റെ ദൗത്യം പൂർത്തിയായി എന്നയാൾ ശാന്തനായി പറഞ്ഞു. ജെഫേഴ്സൺ ഹോപ്പിന് ശാരീരികമായി വലിയ അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു. അയാളുടെ നെഞ്ചിനുള്ളിൽ ഒരു വിചിത്രമായ അടിക്കുന്നതുപോലുള്ള ശബ്ദം വാട്സൺ കേട്ടു. അതൊരു എയോർട്ടിക് അന്യൂറിസം ആണെന്ന് ഡോക്ടറായ വാട്സൺ തിരിച്ചറിഞ്ഞു. ഏതു നിമിഷവും ആ ധമനി പൊട്ടി അയാൾ മരിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. "എനിക്ക് വിചാരണ വരെ സമയം ലഭിക്കുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് സത്യം ഞാൻ ഇപ്പോൾ തന്നെ പറയാം," എന്ന് ഹോപ്പ് പ്രസ്താവിച്ചു. പോലീസ് അയാളെ ചോദ്യം ചെയ്യാനായി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങി. എന്നാൽ ഹോംസ് ആവശ്യപ്പെട്ട പ്രകാരം അയാളുടെ മൊഴി പൂർണ്ണമായി രേഖപ്പെടുത്താൻ എല്ലാവരും തയ്യാറായി. നീതി നടപ്പിലാക്കാൻ താൻ ചെയ്ത കാര്യങ്ങൾ തെറ്റല്ലെന്നും മറിച്ച് അത് തന്റെ കടമയായിരുന്നുവെന്നും അയാൾ ഉറപ്പിച്ചു പറഞ്ഞു. ജെഫേഴ്സൺ ഹോപ്പിന്റെ കയ്യിൽ ലൂസി ഫെരിയറിന്റെ ആ പഴയ സ്വർണ്ണമോതിരമുണ്ടായിരുന്നു. അത് തന്റെ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് അയാൾ സംസാരിച്ചത്. താൻ എങ്ങനെയാണ് ലണ്ടനിൽ ഒരു കുതിരവണ്ടി ഡ്രൈവറായി വേഷം മാറി ഇവരെ പിന്തുടർന്നതെന്നും രാത്രികാലങ്ങളിൽ അവരെ പേടിപ്പിച്ചിരുന്നതെന്നും അയാൾ വിവരിച്ചു. താൻ നൽകിയ ഗുളികകൾ കേവലം വിഷമായിരുന്നില്ല എന്ന് മറിച്ച് അത് പ്രകൃതിയുടെ നീതിയുടെ പരീക്ഷണമായിരുന്നുവെന്ന് അയാൾ വിശ്വസിച്ചു. ഓരോ തവണയും വിഷമുള്ള ഗുളിക ഇരകൾ തന്നെ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവം തന്റെ കൂടെയുണ്ടെന്ന് അയാൾ കരുതി. ജോസഫ് സ്റ്റാൻഗേഴ്സിനെ കൊല്ലേണ്ടി വന്നത് അയാൾ തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചതുകൊണ്ടും ഗുളിക കഴിക്കാൻ വിസമ്മതിച്ചതുകൊണ്ടുമാണെന്ന് ഹോപ്പ് വ്യക്തമാക്കി. കഥയുടെ പശ്ചാത്തലം ലണ്ടനിൽ നിന്നും പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ള വടക്കേ അമേരിക്കയിലെ വിശാലവും വിജനവുമായ ഗ്രേറ്റ് ആൽക്കലി പ്ലെയിനിലേക്ക് മാറുന്നു. 1847 കഠിനമായ വെയിലിൽ ചുട്ടുപഴുത്ത ആ ഉപ്പുമരുഭൂമിയിലൂടെ മരണത്തെ മുഖത്തോടു മുഖം കണ്ടുകൊണ്ട് ഒരു മനുഷ്യൻ വേച്ചുവേച്ചു നടക്കുകയായിരുന്നു. അതായിരുന്നു ജോൺ ഫെറിയർ. അയാളുടെ കൈകളിൽ ദാഹിച്ചു വലഞ്ഞ ഒരു കൊച്ചു പെൺകുട്ടിയുണ്ടായിരുന്നു, ലൂസി. ചുറ്റിലും കിലോമീറ്ററുകളോളം ദൂരത്തിൽ ജീവന്റെ അടയാളങ്ങളില്ലാത്ത വെളുത്ത ഉപ്പുപാളികൾ നിറഞ്ഞ ആ താഴ്വരയിൽ അവൾക്കു മുന്നിൽ മരണം ഉറപ്പായിരുന്നു. തന്റെ വളർത്തുമകൾക്ക് ഒരു തുള്ളി വെള്ളം നൽകാൻ കഴിയാതെ നിസ്സഹായനായി നിൽക്കുന്ന ജോൺ ഫെറിയർ ഒരു വലിയ പാറയുടെ നിഴലിൽ വിശ്രമിക്കാൻ തീരുമാനിച്ചു. തങ്ങളുടെ അന്ത്യമടുത്തു എന്ന് കരുതിയ ആ നിമിഷം
മരുഭൂമിയിലെ പൊടിപടലങ്ങൾക്കിടയിൽ നിന്നും ഒരു വലിയ യാത്രസംഘം പ്രത്യക്ഷപ്പെട്ടു. ആ യാത്രസംഘം ബ്രിഗം യങ് നയിക്കുന്ന മോർമൺസ് വിശ്വാസികളുടേതായിരുന്നു. 10,000-കണക്കിന് ആളുകളും 1000-കണക്കിന് കന്നുകാലികളും നിറഞ്ഞ ആ വലിയ നിര മരുഭൂമി കടന്ന് ഒരു പുതിയ വാസസ്ഥലം തേടിയുള്ള യാത്രയിലായിരുന്നു. ജോൺ ഫെറിയറിനെയും ലൂസിയെയും രക്ഷിക്കാൻ അവർ തയ്യാറായെങ്കിലും അതിനൊരു കഠിനമായ നിബന്ധനയുണ്ടായിരുന്നു. അവർ മോർമൺ വിശ്വാസം സ്വീകരിക്കണമെന്നും അവരുടെ നിയമങ്ങൾ പാലിക്കണമെന്നും ബ്രിഗം യങ് കൽപ്പിച്ചു. ജീവൻ നിലനിർത്താൻ മറ്റൊരു വഴിയുമില്ലാതിരുന്നതിനാൽ ഫെറിയർ ആ നിബന്ധന അംഗീകരിച്ചു. അങ്ങനെ അവർ ആ വലിയ സംഘത്തിന്റെ ഭാഗമായി യുട്ടാഹിലെ മലനിരകൾക്കിടയിലുള്ള സോൾട്ട് ലേക്ക് വാലിയിൽ എത്തിച്ചേർന്നു. അവിടെ അവർ ഒരു പുതിയ നഗരം പടുത്തുയർത്തി, സോൾട്ട് ലേക്ക് സിറ്റി. വർഷങ്ങൾ കടന്നുപോയി. ജോൺ ഫെറിയർ കഠിനാധ്വാനത്തിലൂടെ ആ താഴ്വരയിലെ ഏറ്റവും സമ്പന്നനായ കർഷകനായി. അയാൾ പടുത്തുയർത്തുന്ന കൃഷിയിടങ്ങളും വീടും ആ പ്രദേശത്തെ ഏറ്റവും മികച്ചതായിരുന്നു. എന്നാൽ അയാൾ ഒരു കാര്യം മാത്രം ചെയ്തില്ല. അയാൾ ഒന്നിലധികം വിവാഹങ്ങൾ കഴിക്കാൻ തയ്യാറായില്ല. അത് മോർമൻ നിയമങ്ങൾക്ക് വിരുദ്ധമായിരുന്നു. ലൂസി വളർന്ന് യുട്ടാഹിലെ തന്നെ ഏറ്റവും സുന്ദരിയായ യുവതിയായി. എല്ലാവരും അവളെ ദ ഫ്ലവർ ഓഫ് യുട്ട എന്ന് വിളിച്ചു. ഒരിക്കൽ താഴ്വരയിലെ പർവ്വതനിരകൾക്കിടയിൽ വെച്ച് അപകടത്തിൽപ്പെട്ട ലൂസിയെ രക്ഷിച്ചത് ജെഫേഴ്സൺ ഹോപ്പ് എന്ന ചെറുപ്പക്കാരൻ വേട്ടക്കാരനായിരുന്നു. സിൽവർ മൈനുകളിൽ ജോലി ചെയ്തിരുന്ന ജെഫേഴ്സൺ ഹോപ്പും ലൂസിയും തമ്മിൽ പ്രണയത്തിലായി. ജോൺ ഫെറിയർ ആ ബന്ധത്തെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. ജെഫേഴ്സൺ ഹോപ്പ് തന്റെ ജോലിക്കായി കുറച്ചുനാൾ ദൂരേക്ക് പോകാൻ തീരുമാനിച്ചു. തിരികെ വരുമ്പോൾ ലൂസിയെ വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം നൽകിയാണ് അയാൾ യാത്രയായത്. എന്നാൽ ജെഫേഴ്സൺ ഹോപ്പ് പോയതിനു പിന്നാലെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ബ്രിഗം യങ് നേരിട്ട് ജോൺ ഫെറിയറിന്റെ വീട്ടിലെത്തി. ലൂസിയെ സഭയിലെ പ്രധാനികളായ എൽഡർ ഡ്രബ്ബറിന്റെയോ എൽഡർ സ്റ്റാങ്ജേഴ്സിന്റെയോ മക്കളിലൊരാൾക്ക് വിവാഹം ചെയ്തു നൽകണമെന്ന് അയാൾ ആജ്ഞാപിച്ചു. മോർമൺ സഭയിലെ പ്രമാണിമാരുടെ മക്കളായ ഈനോക് ജെ ഡ്രബ്ബറിനും ജോസഫ് സ്റ്റാങ്ജേഴ്സനും ലൂസിയുടെ സൗന്ദര്യത്തിലും ഫെറിയറിന്റെ സമ്പത്തിലും കണ്ണുണ്ടായിരുന്നു. ഒരു അവിശ്വാസിയെ വിവാഹം കഴിക്കാൻ അനുവദിക്കില്ലെന്നും 1 മാസത്തിനുള്ളിൽ വിവാഹത്തിന് സമ്മതിക്കണമെന്നും ബ്രിഗം യങ് അന്ത്യശാസനം നൽകി. ജോൺ ഫെറിയർ തന്റെ മകളുടെ ജീവിതം തകർക്കാൻ ആഗ്രഹിച്ചില്ല. അയാൾ സഭയുടെ നിയമങ്ങളെ രഹസ്യമായി വെറുത്തിരുന്നു. എന്നാൽ സോൾട്ട് ലേക്ക് സിറ്റിയിലെ നിയമങ്ങൾ വളരെ കർക്കശമായിരുന്നു. സഭയുടെ കണ്ണുവെട്ടിച്ച് ആർക്കും അവിടെ ജീവിക്കാൻ കഴിയില്ലായിരുന്നു. ദി അവെഞ്ചിങ് ഏഞ്ചൽസ് അഥവാ ദാനൈറ്റ് ബാൻഡ് എന്നറിയപ്പെടുന്ന രഹസ്യ പോലീസ് സംഘം സഭയെ എതിർക്കുന്നവരെ നിശബ്ദമായി വകവരുത്തിയിരുന്നു. ഫെറിയറിന്റെ വീടിന് കാവലേർപ്പെടുത്തി. ഓരോ ദിവസവും എത്ര സമയം ബാക്കിയുണ്ടെന്ന് സൂചിപ്പിക്കുന്ന അക്കങ്ങൾ അയാളുടെ വാതിലിൽ നിഗൂഢമായി പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. 1 മാസത്തെ സമയം ഓരോ ദിവസമായി കുറഞ്ഞു വരികയായിരുന്നു. ഭയത്തിന്റെ നിഴലിൽ ഫെറിയർ തന്റെ പഴയ സുഹൃത്തായ ജെഫേഴ്സൺ ഹോപ്പിന് സഹായം തേടി രഹസ്യമായി കത്തയച്ചു. സമയപരിധി അവസാനിക്കാൻ വെറും 2 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ജെഫേഴ്സൺ ഹോപ്പ് സാഹസികമായി തിരികെ എത്തിയത്. സഭയുടെ ചാരന്മാരുടെ കണ്ണുവെട്ടിച്ച് അയാൾ ഫെറിയറിന്റെ വീട്ടിലെത്തി. അന്നുതന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ അവർ തീരുമാനിച്ചു. പർവ്വതനിരകൾക്കിടയിലുള്ള അപകടം നിറഞ്ഞ പാതയിലൂടെയായിരുന്നു അവരുടെ യാത്ര. ജെഫേഴ്സൺ ഹോപ്പിന് ആ മലനിരകളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. രാത്രിയുടെ നിശബ്ദതയിൽ അവർ തങ്ങളുടെ കുതിരകളുമായി നഗരം വിട്ടു. മോർമൺ സൈന്യത്തിന്റെ കണ്ണുവെട്ടിച്ച് ഈഗിൾ കാന്യൻ കടന്ന് അവർ മരുഭൂമിയിലേക്ക് നീങ്ങി. പിന്നിൽ തങ്ങളെ വേട്ടയാടാൻ സഭയുടെ ആളുകൾ എത്തുമെന്ന് അവർക്കറിയാമായിരുന്നു. എങ്കിലും ലൂസിയുടെയും തന്റെയും സ്വാതന്ത്ര്യത്തിനായി ഫെറിയർ സർവ്വശക്തിയുമെടുത്തു പോരാടി. യാത്രയുടെ 2ാം ദിവസം അവർ പർവ്വതനിരകൾക്കിടയിലുള്ള ഒരു സുരക്ഷിതമായ സ്ഥലത്തെത്തി. ഭക്ഷണം തീർന്നതിനാൽ ജെഫേഴ്സൺ ഹോപ്പ് വേട്ടയാടാനായി അവരെ അവിടെ നിർത്തി ദൂരേക്ക് പോയി. വന്യമൃഗങ്ങളെ തിരഞ്ഞ് മല കയറിയ ഹോപ്പ് ഒരു മലയാടിനെ വെടിവെച്ചു വീഴ്ത്തി. എന്നാൽ തിരികെ വരുമ്പോൾ കണ്ട കാഴ്ച അയാളുടെ ഹൃദയം തകർക്കുന്നതായിരുന്നു. അവർ ക്യാമ്പ് ചെയ്തിരുന്ന സ്ഥലത്ത് ജോൺ ഫെറിയറിനെ കണ്ടില്ല. അവിടെ പുതിയൊരു ശവക്കുഴിയുണ്ടായിരുന്നു. അതിനു മുകളിൽ ഒരു മരപ്പലകയിൽ ജോൺ ഫെറിയർ ഡൈഡ് ഓഗസ്റ്റ് 4, 1860 എന്ന് എഴുതിയിരുന്നു. മോർമൺ ചാരന്മാർ അവരെ പിന്തുടർന്ന് കണ്ടെത്തുകയും ഫെറിയറിനെ അവിടെ വെച്ച് തന്നെ കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു. ലൂസിയെ അവർ തട്ടിക്കൊണ്ടുപോയി എന്നും ഹോപ്പ് മനസ്സിലാക്കി. തന്റെ പ്രിയപ്പെട്ടവയെല്ലാം നഷ്ടപ്പെട്ട ഹോപ്പ് പ്രതികാരദാഹിയായി മാറി. അയാൾ ശത്രുക്കളുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് വീണ്ടും സോൾട്ട് ലേക്ക് സിറ്റിയിലേക്ക് മടങ്ങിവന്നു. അവിടെ എത്തുമ്പോൾ കണ്ടത് ലൂസിയെ നിർബന്ധപൂർവം എനോക് ജെ ഡ്രബ്ബറിന്റെ ഭാര്യാപദവിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന വാർത്തയാണ്. സഭയിലെ പണക്കൊതിയന്മാരായ ഡ്രബ്ബറിനും സ്റ്റാങ്ജേഴ്സനും ലൂസിയുടെ മേൽ അവകാശമുന്നയിച്ച് തർക്കിച്ചിരുന്നു എന്നും അവസാനം എനോക് ജെ ഡ്രബ്ബർ ജയിച്ചു എന്നും ഹോ പറഞ്ഞു. ആ വിവാഹത്തിനു ശേഷം കേവലം 1 മാസം പോലും ലൂസി ജീവിച്ചില്ല. പ്രിയപ്പെട്ടവന്റെ വേർപാടിലും നിർബന്ധിത വിവാഹത്തിന്റെ ആഘാതത്തിലും അവൾ ഉരുകിത്തീർന്നു.
ശവസംസ്കാരങ്ങൾ നടക്കുന്നിടത്തേക്ക് വേഷം മാറിയെത്തിയ ഹോപ്പ് അവരുടെ വിരലിൽ നിന്നും ആ സ്വർണ്ണമോതിരം എടുത്തുകൊണ്ട് ശപഥം ചെയ്തു. ജെഫേഴ്സൺ ഹോപ്പ് തന്റെ ജീവിതം മുഴുവൻ ആ രണ്ടുപേരെയും ഇല്ലാതാക്കാൻ മാറ്റിവെച്ചു. ഈനോക്ക് ജെ ഡ്രബറും ജോസഫ് സ്റ്റാൻജേഴ്സണും ഹോപ്പിനെ ഭയന്ന് ജീവിക്കാൻ തുടങ്ങി. തങ്ങളുടെ കൂടെ സഭയുടെ ആളുകൾ ഉണ്ടായിരുന്നിട്ടും എവിടെ നിന്നോ തങ്ങളെ നിരീക്ഷിക്കുന്ന ആ വേട്ടക്കാരന്റെ കണ്ണുകൾ അവരെ വേട്ടയാടി. പർവ്വതനിരകളിൽ അവർക്കുനേരെ പലതവണ കല്ലേറുകളും വെടിയുണ്ടകളും വന്നു. ഒടുവിൽ അവർ ഭയപ്പെട്ട് യൂട്ട വിട്ടു. അവർ പണവുമായി യൂറോപ്പിലേക്ക് ഓടിപ്പോയി. എന്നാൽ ജെഫേഴ്സൺ ഹോപ്പ് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അയാൾ മൈനുകളിൽ ജോലി ചെയ്ത് പണം സമ്പാദിക്കുകയും ഒരു കപ്പൽ തൊഴിലാളിയായി അവരെ പിന്തുടർന്ന് ലണ്ടനിലെത്തുകയും ചെയ്തു. പകയുടെ ആ ഉപ്പുവെള്ളം അയാളുടെ സിരകളിൽ തിളയ്ക്കുകയായിരുന്നു. യൂട്ടായിലെ ആ ഉപ്പു മരുഭൂമിയിൽ തുടങ്ങിയ ആ പക ലണ്ടനിലെ ഇരുണ്ട തെരുവുകളിലേക്ക് പടർന്നത് ഇങ്ങനെയാണ്. മോർമൺ സഭയുടെ ക്രൂരമായ നിയമങ്ങളും അധികാര ദുർവിനിയോഗവുമാണ് ഒരു സാധാരണ വേട്ടക്കാരനെ കൊലയാളിയായി മാറ്റിയത്. ജോൺ ഫെറിയറിന്റെയും ലൂസിയുടെയും അന്ത്യം ജെഫേഴ്സൺ ഹോപ്പിന്റെ ഉള്ളിൽ അണയാത്ത ഒരു കനലായി അവശേഷിച്ചു. പണവും അധികാരവും കൊണ്ട് എന്തും നേടാമെന്ന് കരുതിയ ഡ്രബറിനും സ്റ്റാൻജേഴ്സണും കാലം കാത്തുവച്ച വിധി ജെഫേഴ്സൺ ഹോപ്പ് രൂപത്തിലായിരുന്നു. യൂട്ടായിലെ മലനിരകളിൽ മഞ്ഞു വീഴുന്നതുപോലെ ലണ്ടനിലെ തെരുവുകളിൽ അവരുടെ പാപങ്ങൾ അവരെ പിന്തുടർന്നു. മതം എങ്ങനെ മനുഷ്യന്റെ വ്യക്തിസ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നുവെന്നും പകയുടെ വേരുകൾ എത്ര ആഴത്തിൽ പടരുമെന്നും ആർത്തർ കോണൻ ഡോയൽ ഈ ഭാഗത്തിലൂടെ കാണിച്ചുതരുന്നു. ജെഫേഴ്സൺ ഹോപ്പിന്റെ 20 വർഷം നീണ്ട അന്വേഷണം അവസാനിക്കുന്നത് ലണ്ടനിലെ ബ്രിക്സ്റ്റൺ റോഡിലെ ആ വിജനമായ വീട്ടിലായിരുന്നു. ലൂസിയുടെ ആ വിവാഹമോതിരം ഹോപ്പിനെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു ആഭരണമായിരുന്നില്ല, മറിച്ച് പൂർത്തിയാകാത്ത ഒരു പ്രതിജ്ഞയുടെ അടയാളമായിരുന്നു. ഷെർലോക്ക് ഹോംസ് ലണ്ടനിൽ പിടികൂടിച്ച ആ കൊലയാളി വെറുമൊരു ക്രിമിനൽ അല്ലെന്നും മറിച്ച് ഒരു ട്രാജിക് ഹീറോ ആണെന്നും വായനക്കാർ തിരിച്ചറിയുന്ന തരത്തിലാണ് ചരിത്രം വെളിപ്പെടുന്നത്. ഒരു വലിയ പ്രണയത്തിന്റെ തകർച്ചയും നീതിനിഷേധവുമാണ് ഈ ക്രൂരതകൾക്കു പിന്നിലെ യഥാർത്ഥ കാരണം. മരുഭൂമിയിലെ ആ ചൂടിൽ നിന്നും തുടങ്ങിയ കഥ ലണ്ടനിലെ തണുത്ത ലോക്കപ്പിലെത്തുമ്പോൾ നീതിയുടെ നിർവചനം മാറുകയായിരുന്നു. ജെഫേഴ്സൺ ഹോപ്പ് തന്റെ കഥ വിവരിക്കുമ്പോൾ ഹോംസിന്റെ യുക്തിക്കപ്പുറം മനുഷ്യമനസ്സിന്റെ സങ്കീർണമായ വികാരങ്ങളാണ് അവിടെ തെളിഞ്ഞുവരുന്നത്. വരും തലമുറകൾക്ക് ഈ കഥ വെറുമൊരു കൊലപാതകത്തിൻ്റേതല്ല, മറിച്ച് തകർക്കപ്പെട്ട ഹൃദയത്തിന്റെ തീക്ഷ്ണമായ നിലവിളിയുടേതാണ്. സ്കോട്ട്ലൻഡ് ലാൻഡിലെ ലോക്കപ്പിന്റെ ഇരുണ്ട വെളിച്ചത്തിൽ ജെഫേഴ്സൺ ഹോപ്പ് ശാന്തനായി തന്റെ കുറ്റസമ്മതം പൂർത്തിയാക്കി. ഷെർലോക്ക് ഹോംസ്, ഡോക്ടർ ജോൺ വാട്സൺ, ലെസ്ട്രേഡ്, ഗ്രെഗ്സൺ എന്നിവർ വിസ്മയത്തോടെ ആ വാക്കുകൾ കേട്ടുനിന്നു. താനൊരു സാധാരണ കൊലപാതകിയല്ലെന്നും മറിച്ച് ഒരു നീതിയുടെ ഉപകരണമാണെന്നുമാണ് ജെഫേഴ്സൺ ഹോപ്പ് വാദിച്ചത്. തന്റെ കയ്യിലുണ്ടായിരുന്ന ആ 2 ഗുളികകളെക്കുറിച്ച് അയാൾ വിശദീകരിച്ചു. അതിൽ ഒന്ന് മാരകമായ ആൽക്കലോയിഡ് വിഷം നിറഞ്ഞതായിരുന്നു, മറ്റൊന്ന് വെറും പൊടിയും. ഓരോ തവണയും ഇരകൾക്ക് മുൻപിൽ ഇത് വെച്ചു നീട്ടുമ്പോഴും അവരോടുള്ള തന്റെ പകയല്ല, മറിച്ച് ഡിവൈൻ ജസ്റ്റിസ് പ്രവർത്തിക്കുന്നത് എന്ന് അയാൾ കരുതി. ഈനോക്ക് ജെ ഡ്രബർ തന്റെ മുൻപിൽ വെച്ച് വിഷമുള്ള ഗുളിക തിരഞ്ഞെടുത്തപ്പോൾ അത് പ്രകൃതിയുടെ നീതിയാണെന്ന് അയാൾ ഉറപ്പിച്ചു. രണ്ടാമത്തെ ശത്രുവായ ജോസഫ് സ്റ്റേഞ്ചേഴ്സൺ അല്പം കൂടി ജാഗ്രതയുള്ളവനായിരുന്നു. ഈനോക്ക് ജെ ഡ്രബറിന്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ അയാൾ ഹോളിഡേയ്സ് പ്രൈവറ്റ് ഹോട്ടലിലെ മുറിക്കുള്ളിൽ ഒളിച്ചിരുന്നു. ജെഫേഴ്സൺ ഹോപ്പ് ആ മുറിയിലേക്ക് അതിസാഹസികമായി പ്രവേശിച്ചു. തന്റെ മുൻപിൽ വെച്ച് ഗുളികകൾ കഴിക്കാൻ ജോസഫ് സ്റ്റേഞ്ചേഴ്സൺ തയ്യാറായില്ല. പകരം അയാൾ ഒരു കഠാരയുമായി ഹോപ്പിനെ ആക്രമിക്കാൻ തുനിഞ്ഞു. ആ നിമിഷം ആത്മരക്ഷാർത്ഥം തന്റെ കയ്യിലുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ച് ഹോപ്പിനെ അയാളെ വകവരുത്തേണ്ടി വന്നു. അങ്ങനെ തന്റെ 20 വർഷം നീണ്ട പക ലണ്ടനിലെ ഒരു ഹോട്ടൽ മുറിയിൽ അവസാനിച്ചു. ശാരീരികമായ അസ്വസ്ഥതകൾക്കിടയിലും തന്റെ ദൗത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞതിന്റെ സംതൃപ്തി അയാളുടെ മുഖത്തുണ്ടായിരുന്നു. വിചാരണയ്ക്കായി കോടതിയിൽ നിൽക്കാൻ തനിക്ക് സാധിക്കില്ലെന്ന് ജെഫേഴ്സൺ ഹോപ്പിന് ഉറപ്പായിരുന്നു. നീതിയുടെ മറ്റൊരു വിധി തന്നെ കാത്തിരിക്കുന്നുണ്ടെന്ന് അയാൾ പുഞ്ചിരിയോടെ പറഞ്ഞു. ഷെർലക് ഹോംസ് ആ മനുഷ്യന്റെ നിശ്ചയദാർഢ്യത്തെ ആദരവോടെ നോക്കി നിന്നു. പിറ്റേന്ന് പുലർച്ചെ ലണ്ടൻ നഗരം ഉണർന്നത് ആ ഞെട്ടിക്കുന്ന വാർത്തയുമായാണ്. ലോകത്തെ വിറപ്പിച്ച ആ അമേരിക്കൻ കൊലയാളി പോലീസ് കസ്റ്റഡിയിൽ വെച്ച് മരണപ്പെട്ടിരിക്കുന്നു. അയാളുടെ ഹൃദയത്തിലെ ധമനി പൊട്ടി രക്തസ്രാവം മൂലമാണ് മരണം സംഭവിച്ചതെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. വിചാരണയും ശിക്ഷാവിധികളും ഒഴിവാക്കിക്കൊണ്ട് അയാൾ മറ്റൊരു ലോകത്തേക്ക് യാത്രയായി. അതോടെ ലണ്ടനിലെ ഏറ്റവും നിഗൂഢമായ കൊലപാതക കേസിലെ ഏക സാക്ഷിയും പ്രതിയും ഇല്ലാതായി. അടുത്ത ദിവസം രാവിലെ ലണ്ടനിലെ പത്രങ്ങൾ വലിയ പ്രാധാന്യത്തോടെ ഈ കേസ് റിപ്പോർട്ട് ചെയ്തു. ദ ടൈംസ്, ഡെയിലി ടെലഗ്രാഫ് തുടങ്ങിയ പത്രങ്ങൾ സ്കോട്ട്ലൻഡ് യാർഡിലെ ലെസ്ട്രേഡിന്റെയും ഗ്രെഗ്സണിന്റെയും അസാമാന്യ മിടുക്കിനെ പ്രശംസിച്ചു.
അമേരിക്കയിൽ നിന്നും വന്ന അപകടകാരിയായ കൊലയാളിയെ തന്ത്രപൂർവ്വം പിടികൂടിയത് ഇവരാണെന്ന് വാർത്തകൾ വന്നു. ഷെർലക് ഹോംസ് എന്ന പേര് ഒരു വരിയിൽ പോലും പരാമർശിക്കപ്പെട്ടില്ല. കേസിന്റെ ഓരോ ഘട്ടത്തിലും പതറാതെ നിന്ന ഹോംസിന്റെ യുക്തിയും നിരീക്ഷണങ്ങളും ലോകത്തിനു മുന്നിൽ അജ്ഞാതമായി തുടർന്നു. പത്രവാർത്തകൾ വായിച്ച് പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ട് ഹോംസ് തന്റെ വയലിൻ മീട്ടി. വാട്സൺ, ഇതൊക്കെ എപ്പോഴും സംഭവിക്കുന്നതാണ്. നമുക്ക് സത്യം അറിയാം, അതുമാത്രം മതി എന്നദ്ദേഹം പറഞ്ഞു. എന്നാൽ ഡോക്ടർ ജോൺ വാട്സൺ ആ അനീതിയിൽ അസ്വസ്ഥനായിരുന്നു. ലണ്ടനിലെ ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യന്റെ പ്രയത്നം ലോകം അറിയാതെ പോകുന്നത് ശരിയല്ലെന്ന് അദ്ദേഹം കരുതി. ഷെർലക് ഹോംസിന്റെ ഓരോ കണ്ടെത്തലും ആസിഡ് ടെസ്റ്റുകളും ബേക്കർ സ്ട്രീറ്റ് ഇറഗുലേഴ്സ് എന്ന കുട്ടികളെ ഉപയോഗിച്ചതും എല്ലാം തന്റെ ഡയറിയിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിരുന്നു. സത്യം പുറം ലോകത്തെ അറിയിക്കാൻ താൻ തന്നെ മുന്നിട്ടിറങ്ങണമെന്ന് വാട്സൺ ഉറപ്പിച്ചു. നിങ്ങളുടെ ഈ അസാമാന്യ ബുദ്ധിശക്തി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടണം എന്ന് അദ്ദേഹം ഷെർലക് ഹോംസിനോട് പറഞ്ഞു. അങ്ങനെയാണ് എ സ്റ്റഡി ഇൻ സ്കാർലറ്റ് എന്ന പേരിലുള്ള ആ ഡയറി കുറിപ്പുകൾ ഒരു നോവലായി രൂപപ്പെടാൻ കാരണമായത്. ഷെർലക് ഹോംസിന്റെ അന്വേഷണ രീതികൾ അന്നത്തെ കാലത്തെ പോലീസിന് അപരിചിതമായിരുന്നു. വിരലടയാളങ്ങൾക്കും കാൽപ്പാടുകൾക്കും സിഗരറ്റ് ചാരത്തിനും ഇത്രയേറെ പ്രാധാന്യം നൽകുന്ന മറ്റൊരു മനുഷ്യൻ ലണ്ടനിലുണ്ടായിരുന്നില്ല. ദ സയൻസ് ഓഫ് ഡിഡക്ഷൻ എന്ന തന്റെ സിദ്ധാന്തം ശരിയാണെന്ന് ഈ കേസിലൂടെ അദ്ദേഹം തെളിയിച്ചു. ലണ്ടൻ പോലീസ് ഇരുട്ടിൽ തപ്പിയപ്പോൾ ഹോംസ് വെളിച്ചത്തിലേക്കുള്ള വഴി കണ്ടെത്തി. അദ്ദേഹത്തിന്റെ ഓരോ നിഗമനവും ഗണിതശാസ്ത്രം പോലെ കൃത്യമായിരുന്നു. തന്റെ ബുദ്ധിശക്തിയിൽ വിശ്വസിക്കുന്ന, വൈകാരികതയ്ക്കേക്കാൾ യുക്തിക്ക് പ്രാധാന്യം നൽകുന്ന ഒരു ഡിറ്റക്റ്റീവിന്റെ ഉദയമാണ് അവിടെ കണ്ടത്. ലോകം പിന്നീട് കണ്ട ഏറ്റവും വലിയ കുറ്റാന്വേഷകന്റെ ആദ്യ വിജയമായിരുന്നു അത്. 221 ബേക്കർ സ്ട്രീറ്റിലെ ജീവിതം വീണ്ടും പഴയതുപോലെ ശാന്തമായി. മിസസ് ഹഡ്സൺ ഹോംസിനും വാട്സനും പ്രഭാത ഭക്ഷണമൊരുക്കി. ജനലിലൂടെ പുറത്തെ മഞ്ഞിലേക്ക് നോക്കി ഹോംസ് തന്റെ പുതിയ പരീക്ഷണങ്ങളെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയിരുന്നു. ജെഫേഴ്സൺ ഹോപ്പ് എന്ന മനുഷ്യൻ നൽകിയ പാഠങ്ങൾ ഹോംസിനെ സംബന്ധിച്ചിടത്തോളം കേവലമൊരു കേസ് മാത്രമായിരുന്നില്ല. മനുഷ്യ മനസ്സിന്റെ സങ്കീർണതയും പ്രതികാരത്തിന്റെ തീക്ഷ്ണതയും അദ്ദേഹം ആ കേസിലൂടെ മനസ്സിലാക്കി. നീതിയുടെ വഴികൾ എപ്പോഴും നേർരേഖയിലല്ലെന്നും ചിലപ്പോൾ അത് വളഞ്ഞുപുളഞ്ഞ വഴികളിലൂടെ സഞ്ചരിക്കുമെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഡോക്ടർ ജോൺ വാട്സൺ തന്റെ എഴുത്തു തുടർന്നു. ഡോക്ടർ ജോൺ വാട്സന്റെ ആ തീരുമാനം ലോക സാഹിത്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മാറ്റത്തിന് വഴിയൊരുക്കി. ഷെർലോക്ക് ഹോംസ് എന്ന കഥാപാത്രം ലോകമെമ്പാടുമുള്ള വായനക്കാരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു. വാട്സണിന്റെ വിവരണത്തിലൂടെയാണ് ഹോംസിന്റെ നിഗൂഢമായ വ്യക്തിത്വവും അദ്ദേഹത്തിന്റെ ശാസ്ത്രീയമായ അന്വേഷണ രീതികളും ലോകമറിഞ്ഞത്. ഒരു സുഹൃത്ത് എന്നതിലുപരി ഹോംസിന്റെ ജീവചരിത്രകാരനായി വാട്സൺ മാറി. ഇരുവരും തമ്മിലുള്ള ആ സുഹൃദ്ബന്ധം കുറ്റാന്വേഷണ ലോകത്തെ ഏറ്റവും മികച്ച കൂട്ടുകെട്ടായി വളർന്നു. ജെഫേഴ്സൺ ഹോപ്പ് എന്ന അമേരിക്കൻ കൊലയാളിയിൽ നിന്ന് തുടങ്ങിയ ആ യാത്ര ലണ്ടനിലെ നൂറുകണക്കിനു മറ്റ് രഹസ്യങ്ങളിലേക്ക് വഴി തുറന്നു. ബ്രിക്സ്റ്റൺ റോഡിലെ നമ്പർ 3 ലോറസ്റ്റൺ ഗാർഡൻസിലെ ആ പഴയ വീട് പിന്നീട് ജനശ്രദ്ധയാകർഷിച്ചു. അവിടുത്തെ ചുമരിൽ രക്തം കൊണ്ടെഴുതിയ RACH എന്ന വാക്ക് ലണ്ടൻകാരുടെ ഇടയിൽ ഒരു ഭീതിജനകമായ ഓർമ്മയായി മാറി. എങ്കിലും ആ രഹസ്യം ചുരുളഴിച്ചത് ഒരു സാധാരണ പോലീസുകാരനല്ല, മറിച്ച് ബേക്കർ സ്ട്രീറ്റിൽ താമസിക്കുന്ന ഒരു വിചിത്ര മനുഷ്യനാണെന്ന് ചിലരെങ്കിലും തിരിച്ചറിഞ്ഞു. സ്കോട്ട്ലൻഡ് യാർഡിലെ ഉദ്യോഗസ്ഥർ രഹസ്യമായി ഹോംസിനെ ബഹുമാനിച്ചു തുടങ്ങി. തങ്ങൾക്ക് കഴിയാത്തത് ചെയ്യാൻ കഴിവുള്ള ഒരാൾ ലണ്ടനിലുണ്ടെന്നത് അവർക്കൊരാശ്വാസമായി മാറി. ഹോംസിന്റെ അടുത്ത കേസ് എന്തായിരിക്കുമെന്ന് ലണ്ടൻ ആകാംക്ഷയോടെ കാത്തിരുന്നു. ഷെർലോക്ക് ഹോംസിന്റെ ഈ വിജയം കേവലമൊരു കൊലപാതകിയെ പിടികൂടിയതല്ല, മറിച്ച് അന്ധവിശ്വാസങ്ങൾക്കും തെറ്റായ നിഗമനങ്ങൾക്കും മേൽ യുക്തിയുടെ വിജയം കൂടിയായിരുന്നു. ജെഫേഴ്സൺ ഹോപ്പ് ഒരു ഇര കൂടിയായിരുന്നു എന്ന സത്യം ഹോംസ് മറന്നില്ല. കുറ്റവാളിയാണെങ്കിലും അയാളുടെ പോരാട്ടത്തെയും ആത്മാർത്ഥതയും ഹോംസ് ബഹുമാനിച്ചിരുന്നു. മനുഷ്യ മനസ്സിന്റെ ഇരുണ്ട തലങ്ങൾ വിശകലനം ചെയ്യുന്നതിൽ ഹോംസ് ഒരു മാസ്റ്ററാണെന്ന് ഈ കേസ് തെളിയിച്ചു. പത്രങ്ങൾ ഹോംസിനെ അവഗണിച്ചെങ്കിലും ചരിത്രം അദ്ദേഹത്തെ ഏറ്റവും വലിയ ഡിറ്റക്റ്റീവായി അടയാളപ്പെടുത്തി. വാട്സന്റെ എഴുത്തുകൾ ഓരോന്നായി പുറത്തുവന്നതോടെ ലോകം ഷെർലോക്ക് ഹോംസ് എന്ന നാമം ആവേശത്തോടെ വിളിച്ചു. വായനക്കാരൻ ഒരു പുതിയ ലോകത്തേക്ക് പ്രവേശിക്കുന്ന തരത്തിലാണ് ഈ അന്വേഷണം അവസാനിക്കുന്നത്. യുക്തിയും ചിന്താശേഷിയും കൊണ്ട് ഏതു വലിയ രഹസ്യവും അഴിക്കാമെന്ന് ഷെർലോക്ക് ഹോംസ് നമുക്ക് കാണിച്ചു തരുന്നു. 221 ബേക്കർ സ്ട്രീറ്റിലെ പുകക്കുഴലിൽ നിന്നും ഉയരുന്ന പുക പോലെ ആ നിഗൂഢതകൾ ഒന്നൊന്നായി തെളിയുകയായിരുന്നു. ജെഫേഴ്സൺ ഹോപ്പിന്റെ പ്രതികാരം അവസാനിച്ചു, പക്ഷേ ഹോംസിന്റെയും വാട്സണിന്റെയും സാഹസികതകൾ അവിടെ തുടങ്ങുകയായിരുന്നു. ലണ്ടൻ നഗരം സുരക്ഷിതമാണെന്ന് ഹോംസ് കരുതിയില്ല, മറിച്ച് പുതിയ രഹസ്യങ്ങൾക്കായി തന്റെ മനസ്സിനെ പാകപ്പെടുത്തി.
ചരിത്രം കണ്ട ഏറ്റവും വലിയ ഡിറ്റക്റ്റീവ് സീരീസിന് ആ മഞ്ഞുമൂടിയ രാത്രിയിൽ ലണ്ടൻ തെരുവുകളിൽ തുടക്കമായി. വാട്സന്റെ ഡയറി കുറിപ്പുകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടതോടെ ലണ്ടനിലെ ഒരു ചെറിയ മുറിയിൽ തുടങ്ങിയ ഈ സൗഹൃദം ലോകമെമ്പാടുമുള്ള ദശലക്ഷങ്ങളാൽ ആളുകളുടെ ആവേശമായി മാറി. എ സ്റ്റഡി ഇൻ സ്കാർലറ്റ് പൂർണ്ണമാകുമ്പോൾ കുറ്റാന്വേഷണ സാഹിത്യത്തിൽ ഒരു പുതിയ സൂര്യൻ ഉദിക്കുകയായിരുന്നു. ഹോംസും വാട്സണും തങ്ങളുടെ അടുത്ത ദൗത്യത്തിനായി തയ്യാറെടുത്തു. എന്നാൽ ആ ശാന്തത അധികം നാൾ നീണ്ടുനിന്നില്ല. ഒരു വൈകുന്നേരം മുറിയിലേക്ക് കടന്നുവന്ന സുന്ദരിയായ ഒരു യുവതി തന്റെ കൈവശമുള്ള വിചിത്രമായ ഒരു ഭാവടത്തെക്കുറിച്ചും അപ്രത്യക്ഷനായ തന്റെ പിതാവിനെക്കുറിച്ചും സംസാരിച്ചു തുടങ്ങി. ആഗ്ര നിധിയിലേക്കുള്ള ആ രഹസ്യവഴിയിൽ 4 പേരുടെ ഒപ്പുകൾ ദ സൈൻ ഓഫ് 4 പതിഞ്ഞിരുന്നു. ഇരുട്ടിൽ നിന്ന് ഒരു അജ്ഞാത രൂപം അവരെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വാതിൽക്കൽ ഒരു ഭീകരമായ അട്ടഹാസം ഉയർന്നു കേട്ടു. അത് മനുഷ്യന്റേതായിരുന്നില്ല. അടുത്ത കഥയ്ക്കായി കാത്തിരിക്കുക. ദ സൈൻ ഓഫ് 4.